Hey guys, welcome back to the channel. സോ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു മൂവി എക്സ്പ്ലനേഷൻ. നമ്മളൊക്കെ കുറേ ഫോറിൻ മൂവീസൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതൊക്കെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ സെഗ്മെൻറ്റ്. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷനൊക്കെ മൂവി സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ മൂവി എക്സ്പ്ലനേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു 120 വർഷം ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാം. അവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ പേരാണ് പാസഞ്ചേഴ്സ്. ഇതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ക്രിസ് പാറ്റും ജെനിഫർ ലോറൻസുമാണ് ഇതിനകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിനകത്ത് അധികം ആൾക്കാരൊന്നും ഉള്ള മൂവിയൊന്നുമല്ല, വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഈ മൂവിയിൽ. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ് ഓഫ് പല ജോണേഴ്സിൻ്റെ ഒരു മിക്സാണ് ഈ ഒരു മൂവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൈഫൈ ആണ്, അതുപോലെ തന്നെ ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, ഡിസാസ്റ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് മറ്റേ ആശയപരമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ അവർ തരണം ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു ലെവലൊരു മൂവിയാണ് ഇത്. അപ്പം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ആ കഥയിലേക്ക് കയറാം. അപ്പം നമ്മളുടെ കഥ നടക്കുന്നതെന്ന് പറയുന്നത് എവിടെയാണ്, ഒരു സ്റ്റാർഷിപ്പാണ്, സ്പേസ് ഷിപ്പാണ്. അതിൻ്റെ പേരാണ് അവലോൺ. സോ ഈ കഥ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അവലോണിൽ. അപ്പോൾ ഈ അവലോൺ എന്ന് പറഞ്ഞാൽ വലിയൊരു മാസീവായിട്ടുള്ളൊരു സ്പേസ് ഷിപ്പാണ്. അപ്പോൾ അതിനകത്തൊരു 5000 പാസഞ്ചേഴ്സും അതുപോലെ തന്നെ 258 ക്രൂ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ മാസീവായിട്ടുള്ള സ്പേസ് ഷിപ്പാണ് അവലോൺ. അപ്പോൾ ഇവരെവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എർത്തിൽ നിന്ന് നമ്മുടെ ഒരു പുതിയ പ്ലാനറ്റിൻ്റെ പേരാണ് ഹോംസ്റ്റെഡ് 2, അവിടേക്ക് ട്രാവൽ ചെയ്യുകയാണ്. സോ ഈ ഒരു ജേണി എന്ന് പറയുന്നത് 1-2 വർഷം കൊണ്ടൊന്നും അവസാനിക്കുന്ന ജേണിയല്ല. ഈ ഒരു ജേണിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 120 ഇയേഴ്സ് എടുക്കും ഇവർക്ക് എർത്തിൽ നിന്ന് ഈ ഹോംസ്റ്റെഡ് 2ലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ഈ 120 വർഷമൊന്നും ഒരു മനുഷ്യനെയും കൊണ്ടും ഉണർന്ന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ഡീപ്പ് സ്ലീപ്പിലാക്കി ഒരു ഹൈബർനേഷൻ പോളിലാണ് ഇവരെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ മനുഷ്യരെല്ലാം അത് കൺട്രോൾ ചെയ്യുന്നത്, ആ സ്പേസ് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. അപ്പോൾ ഇതിനകത്തിൽ കുറേ റോബോട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന സ്പേസ് ഷിപ്പാണ്. അപ്പം ബാക്കി മനുഷ്യരെല്ലാം ഭയങ്കര ഡീപ്പ് സ്ലീപ്പിൽ ഹൈബർനേഷൻ പോളിലാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഈ സ്പേസ് ഷിപ്പ് ഉണ്ടായി. എന്നിട്ട് നമ്മുടെ മെയിൻ നായകനുണ്ടല്ലോ, നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ് പാറ്റിൻ്റെ നായകൻ്റെ പേരാണ് ജിം പ്രസ്റ്റൺ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് നമ്മുടെ ഈ പോഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ആ ഹൈബർനേഷൻ മോളിൽ നിന്ന് പുള്ളി പുറത്ത് കടന്നു. അതും എത്ര വർഷം മുന്നേ ആണെന്നറിയോ? 90 വർഷങ്ങൾക്ക് മുന്നേ പുള്ളി ഉണർന്നെഴുന്നേറ്റു. അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 120 ഇയേഴ്സ്. ഈ 120 ഇയേഴ്സ് ആയിട്ടില്ല. അപ്പോൾ അതിന് 90 വർഷങ്ങൾക്ക് മുന്നേ തന്നെ പുള്ളി ഉണർന്നു. ആദ്യമൊക്കെ പുള്ളി വിചാരിച്ചു ഇതാണെങ്കിൽ അവരുടെ ഈ ആ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടായിരിക്കും പുള്ളി ഉണർന്നത്, എല്ലാവരും ഉണരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പതിയെ പുള്ളിക്ക് റിയലൈസ് ആയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിം മാത്രമേ അവിടെ ഉണർന്നിട്ടുള്ളൂ. ഷിപ്പിനാണ് ഇനിയും 90 ഇയേഴ്സും കൊണ്ടുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി, പുതിയ പ്ലാനറ്റിൽ എത്താൻ വേണ്ടി. അതുപോലെ തന്നെ ജിമ്മിൻ്റെ പോഡിന് എന്തോ ഒരു മാൽഫങ്ഷൻ ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പം പുള്ളി എല്ലാ ട്രിക്കും ഒക്കെ ട്രൈ ചെയ്തു. അതായത് നമ്മുടെ ക്രൂവിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, ആ എർത്തിലേക്ക് കോൾ ചെയ്യാനൊക്കെ നോക്കി. അതുപോലെ തന്നെ ഇവിടെ കുറേ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്, ഇവർക്ക് പോകാൻ പറ്റാത്ത റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാൻ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നും വർക്കായില്ല. പിന്നെ നമ്മൾ കാണിക്കുന്നത് അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് പിന്നെ അവിടെ പുള്ളിക്കാരനാണ് ഇവിടെ വെൻഡിങ് മെഷീനിൽ നിന്നാണ് ഈ ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ വെൻഡിങ് മെഷീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. പുള്ളിക്കാരൻ്റെ ബിയേർഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ താടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയാം ബേസിക്കലി ഒരു സ്പേസ് ബാച്ചിലറായിട്ട് പുള്ളി ഇങ്ങനെ ലോൺലി ആയിട്ടുള്ള ഒരു ലൈഫ് ഇങ്ങനെ പോവാണ്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റോബോട്ടുണ്ട്, ഒരു ആൻഡ്രോയിഡ് ബാർട്ടൻഡറാണ്. ആ റോബോട്ടിൻ്റെ പേരാണ് ആർദർ എന്ന് പറയുന്നത്. അപ്പം ആർദറുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അന്നേരം ഈ ആർദർ ലൈഫ് അഡ്വൈസ് ഒക്കെ ജിമ്മിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ ഒരു മെഷീന് എത്രമാത്രം ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, 0 ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ നമുക്കത് ഒരു മനുഷ്യന് ഒരിക്കലും ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ആവാൻ പറ്റിയില്ല ആ മെഷീനോട്ട്. അപ്പം ജിമ്മിനും അത് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പതിയെ മനസ്സിലാക്കാൻ പറ്റും ജിമ്മാണെങ്കിൽ ഇങ്ങനെ പതിയെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി തുടങ്ങി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ട്രാൻസിഷനിൽ നിന്ന്. ഒരു വർഷമൊക്കെ ആണെങ്കിൽ സ്പേസിൽ ഒറ്റയ്ക്കാവുമ്പോഴത്തെ ആ ഒരു അവസ്ഥയൊക്കെ നോർത്തേന്ന് ഏത് മനുഷ്യനായാലും ഭയങ്കരമായിട്ടും ഭ്രാന്തായി പോകും. അങ്ങനെ ഒരു ദിവസമാണെങ്കിലും ജിം ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ വേറൊരു പോടി കണ്ടു. അവളുടെ പേരെന്ന് പറയുന്നത് അറോറ ലെയ്ൻ. സോ അറോറ അഭിനയിച്ചത് ജെനിഫർ ലോറൻസ് ആണ്. അപ്പോൾ അറോറ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഫ്രം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്നുള്ളൊരു റൈറ്ററാണ് അറോറ. അപ്പം ഇവരുടെ ഓരോരുത്തരെയും ഈ വീഡിയോ പ്രൊഫൈലൊക്കെ ഇവർ ഇതിനകത്തിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജിമ്മാണെങ്കിലും ഇവളുടെ വീഡിയോ പ്രൊഫൈലൊക്കെ കണ്ടു. എന്നിട്ട് വാച്ച് ചെയ്ത് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവളുടെയാണ് ഒരു പേഴ്സണാലിറ്റിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. പുള്ളിക്കാരനാണെങ്കിൽ അവളോടൊരു ലവ് ഒക്കെ ഫീൽ ചെയ്തു.
പക്ഷേ ജിമ്മിന് ഇവളെ ഉണർത്തണം എന്നുണ്ട്. മീൻസ് ഒറ്റയ്ക്കാവുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാമല്ലോ. വേറെ ആരോടും സംസാരിക്കാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ ജിമ്മാണെങ്കിൽ ഭയങ്കര ഡൈലമയിലായി. എന്താ ഉണർത്തണോ അതോ അന്നേരമാണെന്നുണ്ടെങ്കിൽ മീൻസ് അവളെ ഉണർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റക്കായി അവളും ഉണ്ടാവും. അതുപോലെ തന്നെ അതോ അവളെ ആണെങ്കിൽ ഉറങ്ങാൻ വിടണോ, അതോ അങ്ങനെ ആ ഹൈബർനേഷനെ തന്നെ വിട്ടിട്ട് ഇവൻ ഒറ്റയ്ക്ക് താമസിക്കണോ, അതായത് അവൻ മരിക്കുന്നിടം വരെ അവൻ ഒറ്റയ്ക്ക് അവിടെ സ്പേസ്ഷിപ്പിൽ താമസിക്കണോ എന്നൊക്കെ ഇങ്ങനെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. സോ ഇതാണ് അതിനകത്തൊരു മോറൽ കോൺഫ്ലിക്റ്റ് ആ മൂവിക്കകത്ത് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ അനുസരിച്ച് അവളെ ഉണർത്തല്ലെന്ന്. പക്ഷേ ഇവന് ലാസ്റ്റ് ആ കോൺഫ്ലിക്റ്റ് മൈൻഡിലെ കോൺഫ്ലിക്റ്റ് അവന് വരും, ഉണർത്തണോ വേണ്ടിയോ. പക്ഷേ ഫൈനലി ആ ഒരു ഒറ്റപ്പെടൽ കാരണം അത് ജയിച്ചു. അപ്പം അങ്ങനെ അവന് അറോറയെ വെയ്ക്ക് ചെയ്തു, അതായത് ഉണർത്തി. അപ്പോൾ എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളുടെ അടുത്ത് കള്ളം പറഞ്ഞു. ഇതൊരു പോളിഷ് കാരണമാണ് ഇവളുടെ പോടും ഓപ്പൺ ആയത്, ഇവളും വേക്കപ്പായി എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തൊരു കള്ളം പറഞ്ഞു. അറോറയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഒരു കുറച്ച് കൺഫ്യൂഷനായി, ഓണെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കൺഫ്യൂഷനായി. പിന്നെ പക്ഷേ അവൾ അതുമായിട്ടൊക്കെ കുറച്ച് സ്ലോലി ഇങ്ങനെ അഡ്ജസ്റ്റായി, ഈ അവലോണിലെ ലൈഫുമായിട്ടൊക്കെ കുറേ അഡ്ജസ്റ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജിമ്മും ഇവളും തമ്മിൽ ഭയങ്കര കുറച്ച് ക്ലോസ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മാത്രമല്ലല്ലോ, വേറെ ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇതുപോലും ഇല്ല, ചാൻസ് പോലും ഇല്ല. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലായി. അവരാണെന്നുണ്ടെങ്കിൽ എന്താ ഷിപ്പൊക്കെ എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ഫണ്ണ്, നമ്മളെന്താ സീറോ ഗ്രാവിറ്റിയൊക്കെ ഉള്ള ഫണ്ണ്, അതുപോലെ തന്നെ ഡേറ്റിനൊക്കെ പോയി. എന്ന് വെച്ചാൽ അവർക്ക് ഇവഞ്ച്വലി അവരെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലായി. അപ്പം അവളാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവളൊരു റൈറ്ററാണ്. അപ്പം അവളാണെങ്കിൽ ഇവരെ ആണെങ്കിൽ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അഡ്വഞ്ചറിനെ പറ്റി ഒരു ബുക്ക് റൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവൾ എന്നിട്ട് അത് വിചാരിച്ചു ഇത് റൈറ്റ് ചെയ്തിട്ട് ഇത് ഒരു ഫ്യൂച്ചറിലൊരു ബുക്കായിട്ട് ആക്കാൻ വേണ്ടിയാണ് അവൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം പെർഫെക്റ്റാണ്, ലൈഫെല്ലാം ഭയങ്കരമായിട്ട് പെർഫെക്റ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു ദിവസം നമ്മുടെ റോബോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ആൻഡ്രോയിഡ് ആർദർ ആണെന്നുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ ഒരു കാഷ്വലായിട്ട് എന്തൊരു ടോക്കിൽ ഈ നമ്മുടെ അറോറയുടെ അടുത്ത് ഈ ജിമ്മിൻ്റെ സീക്രട്ട് വെളിപ്പെടുത്തി. അതായത് ജിമ്മാണ് ഇവളെ ഉണർത്തിയെന്നുള്ള സീക്രട്ട് അറോറയുടെ അടുത്ത് ഇവനിങ്ങനെ പറയും. അറോറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അറോറയ്ക്ക് ഭയങ്കര എന്ത് ചെയ്യണം എന്ന് പറയും. അതായത് ജിമ്മ് ബേസിക്കലി അവളുടെ ഒരു ലൈഫ് തന്നെ എൻഡ് ചെയ്യുമല്ലേ. കാരണം ഇവർക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അവിടെ എത്താൻ പറ്റത്തില്ല. ഇവൾക്ക് ഈ ലോൺലി ലൈഫ് ഇതിനകത്തിൽ ജീവിച്ച് തീർക്കണം. അത് അവൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായി, മൈൻഡിൽ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവരുടെ ആ ഒരു ബന്ധം അവിടെ അങ്ങ് അവർ ഇത് ചെയ്തു. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാഷ് വന്നല്ലോ, കാരണം അവനൊരു ഇത്രയും കള്ളം പറഞ്ഞത്. അപ്പം അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ നമ്മുടെ ഈ ഇമോഷണലായിട്ടുള്ള ടെൻഷൻ അങ്ങനെ റൈസ് ചെയ്തുകൊണ്ട്. കാരണം ആ ഒരു ഇവളുടെ മനസ്സിൽ ഇപ്പോഴേക്കും കിടക്കുവാണ്, ഇവൻ കാരണമാണ് ഇവളെ ഉണർന്നത്, അല്ലാതെ ഇവളുടെ പോയിന്റുള്ള പ്രശ്നം കൊണ്ടല്ല എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള മൈൻഡിൽ കിടക്കുമല്ലേ. അപ്പോൾ ഈ ഒരു ഇമോഷണൽ കാര്യം ഇങ്ങനെ പോകുന്ന ഇടയ്ക്കാണ് നമ്മുടെ അവലോണ്ട് സ്പേസ്ഷിപ്പിന് കുറച്ച് മാൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായി. അതായത് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുകയും അതിൻ്റെ ഡോറിൻ്റെ ഒക്കെ ഫെയിൽ ആവുകയും പിന്നെ ഗ്രാവിറ്റിൻ്റെ ഇതിലൊക്കെ കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ വന്നു. അതുപോലെ തന്നെ കുറച്ച് സിസ്റ്റംസ് ഒക്കെ ക്രാഷായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവരെ ഒരു ക്രൂ മെമ്പർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 258 ക്രൂ മെമ്പേഴ്സ് ഇവരുടെ കൂട്ടത്തിൽ ഹൈബർനേഷൻ ഉണ്ടല്ലോ. അതിലൊരു ക്രൂ മെമ്പർ എൻ്റെ പേരെന്ന് പറയുന്നത് ഗസ് എന്നാണ്. ഗസ് ഉണർന്നു ഈ ഹൈബർനേഷൻ മാൽഫങ്ഷൻ കാരണം. അപ്പം അയാൾ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയെന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പ് ഫുള്ളായിട്ട് ഡിസ്ട്രക്റ്റ് ആവാൻ വേണ്ടി ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പുള്ളി കണ്ടുപിടിച്ചു. പുള്ളി ക്രൂ മെമ്പറാണ്. അപ്പം പുള്ളിക്കെതിരെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവുള്ളത് കാരണം ഗസ് പറഞ്ഞു ഇതിന് ഈ ഒരു ഷിപ്പ് ഫുള്ളായിട്ട് ടോട്ടലി ഡിസ്ട്രക്റ്റ് ആവും, ഇനി വളരെ കുറച്ച് നേരം കൂടെ മണിക്കൂറുകളുടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് എന്താ ഇഷ്യൂ എന്നൊക്കെ കണ്ടുപിടിക്കുകയും അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു മീറ്റർ സ്ട്രൈക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു മീറ്റിയോർ ഉണ്ടല്ലോ, മീറ്റിയോർ വന്നിട്ട് ഉൽക്ക വന്നിട്ട് ഇതിനെ ഡാമേജ് ആക്കിയാണെന്ന്, അതിൻ്റെ ഷിപ്പിൻ്റെ റിയാക്ടർ സിസ്റ്റത്തിനെ ഡാമേജ് ആക്കിയാണെന്ന് ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഗസ്സിന് എന്തോ വയ്യാതെയൊക്കെ ആയി. പുള്ളിക്കാരൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബോഡി ആണെങ്കിൽ കറക്റ്റായിട്ട് വേക്കപ്പ്, അതായത് മാൽഫങ്ഷൻ കാരണമാണല്ലോ ഈ ഹൈബർനേഷൻ വന്നപ്പോൾ അതിൻ്റെ എന്തോ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെയാണ്. പുള്ളിയുടെ ബോഡി കറക്റ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് ഈ ക്രൂ മെമ്പേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള ആക്സസ് കാർഡുണ്ട്. അപ്പോൾ പുള്ളി എന്താ പറയുക, പുള്ളിക്കറിയാം പുള്ളി ഇനി അധികം നാൾ ഉണ്ടാവില്ല എന്നുള്ള വിചാരിച്ചിട്ട് പുള്ളിക്കാരാണ് ഈ ജിമ്മിന് അറോറയ്ക്ക് ആണെങ്കിൽ പുള്ളിയുടെ ക്രൂ ആക്സസ് കാർഡ് കൊടുക്കും. എന്നിട്ട് അവരോട് ഷിപ്പിനെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ കാർഡ് കൊടുക്കും.
അപ്പോൾ ഇനി അടുത്ത അവരുടെ ലക്ഷ്യം ഇത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഷിപ്പാണെന്നുണ്ടെങ്കിൽ നശിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാർ 5000 പേരും മനുഷ്യന്മാരും 258 ക്രൂ മെമ്പേഴ്സും ഉള്ള ഒരു ഷിപ്പാണ്. അപ്പോൾ ഇത് ഡിസ്ട്രക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ ഷിപ്പ് ഒന്ന് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആക്സസ് കാർ ഉപയോഗിച്ച് ജിം വരെയും നമ്മുടെ ഈ ഷിപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഏരിയാസ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ റിയാക്ടർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുന്നതാണ്. അവരാണ് അത് ഫിക്സ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഷിപ്പ് ഫുള്ള് എക്സ്പ്ലോഡ് ആവും എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം ഈവൻ ദോ നമ്മുടെ അറോറ ഭയങ്കരമായിട്ടും ഇപ്പോഴും ഹേർട്ടാണ്, ജിമ്മാണ് ഇവളെ ഉണർത്തിയെന്നുള്ള ഹേർട്ടാണെങ്കിലും ജിമ്മിനെ ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ അറോറയ്ക്ക്, കാരണം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും മരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജിമ്മ് ഈ ഷിപ്പിൻ്റെ ജിമ്മാണെങ്കിൽ പുറത്ത് പോകുന്നുണ്ട്, ഷിപ്പിന് പുറത്ത് പോകുന്നുണ്ട് ഈ റിയാക്ടറിൽ മാനുവലി ശരിയാക്കാൻ വേണ്ടി. പക്ഷേ ഈ റേഡിയോ വഴിയാണ് നമ്മുടെ അറോറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ജിമ്മുമായിട്ട്. എന്നിട്ട് അവനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെ അതിൻ്റെ അവിടെ റിയാക്ടറിൻ്റെ അടുത്ത് പോയി ചെയ്യാനുള്ളതൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും ജിമ്മാണെങ്കിൽ സ്പേസിലേക്ക് ഇങ്ങനെ പോവും. അവൻ്റെ ആണെങ്കിൽ ടെതർ ഉണ്ടല്ലോ ഇട്ടേക്കുന്ന ആ ഒരു ഔട്ടർ സ്പേസിൽ, അത് ഷിപ്പിന് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഡാമേജ് ആവുകയും അതിൻ്റെ ഓക്സിജൻ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു വരികയും ചെയ്യും. ഒരു വിധത്തിൽ അറോറ അവനെ വലിച്ച് അകത്ത് ഇടും. പക്ഷേ ജിമ്മ് ഒരുമാതിരി മരിച്ച പോലെ ആയിരുന്നു. അപ്പോൾ ഇവനെ ആണെങ്കിൽ ഇങ്ങനെ ലൂസ് ആവാനും അവളൊട്ടും പറ്റില്ല. ഈവൻ അവളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ മരിച്ചു പോയി എന്നുള്ളൊരു തോന്നുന്നതിന് പുള്ളിക്കാരി മൊത്തത്തിൽ ലോസായി. അപ്പം ഇവനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടുവന്ന് ഇവർക്ക് മെഡിക്കൽ പോഡ് എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട് ഈ സ്പേസ്ഷിപ്പിൽ. അപ്പം മെഡിക്കൽ പോഡ് ഉണ്ട്. അപ്പം അവൾ അവിടെ കൊണ്ടുവന്നത് ഇപ്പം എന്നിട്ട് അവനാണെങ്കിൽ ലൈഫിലേക്ക് തിരിച്ചു വരും. ഈ ഒരു മൊമെൻ്റ് ആകുമ്പോഴത്തേന് അവരെ ആ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും അത്ര ഇൻറ്റൻസ് ആയിട്ട് ഒരു മൊമെൻറ്റിൽ കൂടെ അവർ കടന്നു പോയത്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹീലായി, അവരുടെ ആ ഒരു പഴയ സ്നേഹം തിരിച്ചു വരും. ഈ ഒരു ക്രൈസിസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ജിം ഒരു കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഇവർക്കാണെങ്കിൽ ഓട്ടോഡോക്ക് മെഡിക്കൽ പോഡ് ഉണ്ടല്ലോ അവിടെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒറ്റ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പിലോട്ട് വീണ്ടും ഹൈബർനേഷനിലോട്ട് ആക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് പുള്ളി കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവനാണ് അറോറയോട് പറഞ്ഞു, നിനക്കാണെങ്കിൽ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഹൈബർനേഷന് പോവാം, നിനക്ക് അന്നേരമാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവൾക്ക് ജീവിക്കാമല്ലോ, അത്രയും ആ ഷിപ്പ് എത്തുന്നിടം വരെ അവൾക്ക് ജീവിക്കാമല്ലോ. പക്ഷേ അറോറ പറയും, ഇല്ല, ഞാനാണല്ലോ നിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം അവൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടമാണെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ കൂടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അവൾ എക്സ്പെക്ട് ചെയ്തത് ഇത്രയും 120 years കഴിയുമ്പോൾ അവിടെ പുതിയൊരു പ്ലാന്റിൽ ചെന്നിട്ട് ഒരു ജീവിതം. പക്ഷേ ഇവളിനോടുള്ള ഒരു സ്നേഹം കാരണം അവൾക്കും മനസ്സിലാവും വീണ്ടും അങ്ങനെ 120 years പോകണ്ട, പക്ഷേ പറ്റാവുന്നിടത്തോളം വർഷം ഇവൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് 88 വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ ഉണരും. എന്നിട്ട് അവർ ഉണർന്ന് വന്നു കഴിയുമ്പോഴത്തേന് ഷിപ്പ് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു താമസിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ലിവിങ് സ്പേസ് ആകും. അതായത് പ്ലാന്റ്സും ട്രീസും ചെറിയ ക്യാബിനും ഒക്കെ ആയിട്ട് ഒരു അറോറൻ ജിമ്മിൻ്റെ ഒരു പേഴ്സണൽ സ്വർഗം എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് അവരാക്കി. കാരണം നമുക്ക് മനസ്സിലാക്കുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അത്രയും വർഷങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അറോറയാണെങ്കിൽ അവളുടെ ഫൈനൽ റൈറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ 2 ആൾക്കാരുടെ സ്റ്റോറിയെ പറ്റി, അവർ നേരത്തെ എഴുന്നേറ്റതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ എഴുന്നേറ്റ് പക്ഷേ അവർ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ലൈഫ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിനെ പറ്റിയായിരുന്നു ആ സ്റ്റോറി. അപ്പോൾ ഇതാണ് നമ്മുടെ പാസഞ്ചർ എന്ന മൂവിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു സൈഫൈ റൊമാൻസ്, അതുപോലെ തന്നെ ഈ ടഫായിട്ടുള്ള മോറൽ ചോയ്സസ് എടുക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു ഫിലിമായിരുന്നു പാസഞ്ചേഴ്സ്. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.